എൻ്റെ അച്ഛമ്മയുടെ ഒരു ഹിറ്റ് വിഭവമായിരുന്നു മത്തിപ്പുളി. അച്ഛൻ്റെ വീട്ടിലധികം വെക്കേഷൻസിനൊക്കെ പോവാറ്. പോകുന്ന ദിവസം ഏകദേശം തീരുമാനമായി കഴിഞ്ഞാൽ ഞാൻ അച്ഛമ്മേനെ വിളിച്ചു പറയും, ഞാൻ വരുമ്പോഴേക്ക് മത്തിപ്പുളി ഉണ്ടാക്കി വെക്കണേന്ന്. ആ മത്തിപ്പുളി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ടിട്ട് മത്തിപ്പുളി കഴിച്ചില്ലെങ്കിൽ ചത്തു പോകുന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. കൊതിമൂത്ത് മത്തി എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. അമ്മേനെ വിളിച്ച് അച്ഛമ്മ പഠിപ്പിച്ചു കൊടുത്ത റെസിപ്പി വാങ്ങി നമുക്കിനി മത്തിപ്പുളി ഉണ്ടാക്കാം. ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെള്ളവും ഉപ്പും ചേർത്ത് വീണ ചേച്ചി പറയുന്ന പോലെ നമുക്ക് മഷി പോലെ അരച്ചെടുക്കാം. ഇനി ചട്ടി വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം. ഈ മത്തിപ്പുളിക്ക് അതിൻ്റെ ഒരു ചൊടി വരണമെന്നുണ്ടെങ്കിൽ എരിവൊന്ന് മുന്നിൽ നിൽക്കണം. ഒരു 3-4 പച്ചമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്ക് മത്തിപ്പുളിയുടെ പുളി ചേർക്കാം. വാളംപുളിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് തിള പൊട്ടിയതിന് ശേഷം മത്തിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. അച്ഛൻ്റെ വീട്ടിലെ തൊടി നിറയെ പയറുണ്ടായിരുന്നു. അതുകൊണ്ട് അധിക ദിവസമുള്ള ഒരു ഉപ്പേരിയാണ് പയറുപ്പേരി. മത്തിപ്പുളിക്ക് കോമ്പിനേഷൻ ഇവനാണ്. പിന്നെ ഞങ്ങൾ മലപ്പുറംകാരൊക്കെ മെഴുക്കുവരട്ടിയും തോരനൊന്നും ഇല്ലാട്ടോ, എല്ലാം ഞങ്ങൾക്ക് ഉപ്പേരിയാണ്. മത്തിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അങ്ങനെ നല്ല ചോറും മത്തിപ്പുളിയും പയറുപ്പേരിയും മീൻ വറുത്തതും റെഡി. ചില ഓർമ്മകൾക്ക് എളുപ്പത്തിൽ തിരിച്ചു പോകാനുള്ള വഴികളാണ് ഇങ്ങനത്തെ രുചികൾ. ഇത് കഴിച്ചപ്പോൾ അച്ചമ്മയും തറവാടും പാടും തോടും തൊഴുത്തും കൊയ്ത്തും എല്ലാം ഒന്നും കൂടെ ഒന്ന് കണ്ടതുപോലെ.